വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആൻഡേഷ്. അപ്പം നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ പശുക്കുട്ടൻ നമ്മളുണ്ടായിരുന്നു. പശുക്കുട്ടനെ ഇറങ്ങി ഓടി വീഴും. അപ്പോൾ ഞാൻ ഷീപ്പിനെ എടുത്തു. ഇതുണ്ടാ പിന്നെ ഞാൻ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ എവിടെയോ. എന്നിട്ട് രാത്രി അപ്പോൾ നമുക്ക് നേരെ സമയം വേസ്റ്റാക്കാതെ പോയി കിടന്നുറങ്ങാം. ബെഡ്റൂം ഇവിടെയാണ്. ബെഡ്റൂമിന് കുറച്ച് അപ്ഡേഷന് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞാനൊരു ചെറിയൊരു ചിക്കൻസിനൊക്കെ കൊണ്ടുവന്ന ഒരു ചെറിയ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടിരുന്നോ ഫസ്റ്റ് ഈ ചങ്ങായിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിടാനാണ് എൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ. ഫസ്റ്റ് ഈ ചങ്ങായി അങ്ങോട്ട് വരണില്ല. നമുക്ക് ഫസ്റ്റ് പോയി കിടന്നുറങ്ങാം. അങ്ങനെയുണ്ട് മൂന്ന് അങ്ങോട്ട് കയറിക്കോ, അങ്ങോട്ട് കയറിക്കോ. നീ ഇവിടെ തന്നെ കണക്കാ. അവിടെ വാടച്ചുണ്ട്. ഇവിടെ സോംബീസ് നമ്മളൊന്നും സ്പോൺ ആവില്ല. എന്നാലും ഇവിടെ ഞാൻ കുറച്ച് സൈൻ ബോർഡ് ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കീപ്പ് ഔട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബാക്ക് ഡോറ് വഴി പോവാം. അതായിരിക്കും ഞാൻ അവിടെയാണ് എൻ്റെ ഇത് പണിതിരിക്കുന്നത്, ഫെൻസ്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പണിത ഫെൻസ്. പിന്നെ വിളിക്കുന്നവരെ കയറ്റാൻ കുറച്ച് സീനാണ്. പൊട്ടിച്ചോട്ടെ. ഈ ചങ്ങാനെ കഴിച്ചാൽ എനിക്ക് വീറ്റും കാണൊക്കെ വേണം. വീറ്റ് എടുക്കട്ടെ. ഞാൻ പോയിട്ട് ഞങ്ങളുടെ വീറ്റ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീഡ് തീർന്നു പോയി. പിന്നെ വീണ്ടും സീഡൊക്കെ കണ്ടുപിടിച്ചിട്ട് കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ആഹാ, അലക്സ് നല്ലോണം നീന്തി കുളിക്കുന്നുണ്ട്. അലക്സേ സമത്തെ വെട്ടുന്നുണ്ട് പറയുന്നുണ്ട്. GTA San Andreas എപ്പം ഇയാൾ GTA San Andreas കളിക്കും സമത്താണ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മളെ ഫ്രണ്ട് എൻട്രൻസിൽ കൂടെ പോയിട്ട് വീറ്റ് കാണാനൊക്കെ എടുക്കാം. കുളിക്കാൻ വന്നിരുന്നത് ഭക്ഷണം കഴിക്കില്ല. അലക്സിന് വിഷമില്ല. ഇതൊക്കെ ഫുള്ളാണ്. വിഷമില്ല. മച്ചാനെ ഞാൻ ഇപ്പം പോയിട്ട് വരാട്ടാ. ഇവിടെ തന്നെ നിൽക്കണം. എങ്ങടെ തന്നെ ഇപ്പം വരും. അല്ല പിന്നെ ഇവിടെ നമുക്ക് വെള്ളം ഇടണം. ആ വീറ്റുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. എടുക്കാൻ പറ്റും. അയ്യോ, റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. റെഡി ആയിട്ടില്ല. കുറച്ചുകൂടി നമുക്ക് വീറ്റൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്താ പിഗിനെ പിഗ് ഇട്ടാ പിക്കാസോ പിഗിനെ പിക്കാസോ നടക്കുക. മച്ചാനെ ഇങ്ങോട്ട് മച്ചാനെ കുറച്ച് പണി ചെയ്യാനുണ്ട്. സീരീസാണ് നമ്മൾ എന്തായാലും ഇതിടാൻ പ്ലാൻ ചെയ്യുന്നത്. കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുന്നത് ഞാൻ കാണിക്കുന്നില്ല. കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ മിനിഞ്ഞാട്ട വീഡിയോയിൽ നിങ്ങൾ നല്ലോണം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലൈക്സ് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല. അതിന് സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. അപ്പം മൈൻക്രാഫ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ഫുള്ള് വെപ്പൺസ് വെച്ചിട്ടുണ്ട്. ഹോടുക്കട്ടെ. ഹോൻ്റെ ആവശ്യമുണ്ട് എനിക്ക്. തൽക്കാലം ഇപ്പോൾ വുഡൻ ഹോടുക്കാം. എനിക്ക് സ്റ്റോൺ ഹോ ഉണ്ട്. പക്ഷേ തൽക്കാലം വുഡൻ ഹോടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് ഇവിടെ നിന്ന് വെട്ടി സെറ്റായി. നമുക്ക് ബക്കറ്റ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാം. ഇൻഫിനിറ്റി വാട്ടറൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഭാഗം എടുക്കാമല്ലോ. നമുക്ക് എന്തായാലും അത് ക്രാഫ്റ്റ് ചെയ്യാം. ഷീപ്പോട്ടിനെ എന്ത് വലിയ ആള്. ഇയാളെ നല്ല രസമുണ്ട് കേട്ടോ. ഷീപ്പിന് നല്ല രസമുണ്ട് കാണാൻ. ബക്കറ്റ് പക്ഷെ ഒടുക്കത്ത് സൗണ്ടാ. ബക്കറ്റ് ഉണ്ടാക്കണേ. അയൺ ഇൻഗോട്ട് ഉണ്ടാക്കണം. അതെങ്ങനെയാണ് നോക്കി
നോക്കട്ടെ. അയൺ ഇങ്ങോട്ട്, അയൺ ഇങ്ങോട്ട്. അങ്ങനെ അയൺ നഗറ്റ് വേണം. അപ്പോൾ അയൺ നഗറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതും വേണം. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കും? ഇതൊക്കെ സീനായിട്ടുണ്ടല്ലോ. അയൺ സ്വോർഡ് ചെറുതായിട്ടും സീനായിട്ടുണ്ട് ഗൈസ്. ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. നമ്മൾ പോകണത് വേറെ സ്ഥലത്താണ്. വില്ലേജ് കണ്ടുപിടിച്ച ഒരു സീനുണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്ക് ഈ ഡേർട്ട് കണക്ക് പൊളിക്കണം. എന്നിട്ട് എനിക്ക് വേറെ പ്ലാൻ ഉണ്ട്. ചാവും മിക്കവാറും. എനിക്ക് ചെറിയ പ്ലാൻ ഉണ്ട്. നമ്മൾ കുറേ ഡെർട്ട് കളക്ട് ചെയ്യണം. പക്ഷേ ഈ ഡെർട്ട് നമുക്ക് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് എത്തില്ല. നമുക്ക് വേറെ വഴി പോകാം. ഇങ്ങോട്ട് പോവൻ്റെ അവസ്ഥ. എൻ്റെ മോനെ മരത്തിൻ്റെ അകത്തേക്കൊന്നാണ് എത്തിയത്. റോങ് വഴിയാണ്. മറ്റേ സീനായ ലക്ഷ്മൺ ചാന നല്ല സീനാണല്ലോ. തൽക്കാലം ഈ വഴി കയറി പിടിക്കണം. ഓ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറേ ഡെർട്ട് കളക്ട് ചെയ്ത് തരാം. ഇവിടെ നിന്ന് ഡെർട്ട് ഇതാണല്ല പറഞ്ഞു. ഇതാ അത് ചിക്കൻ കഴിക്കണ. പക്ഷെ വീറ്റ് സീഡ്സ് വേണം. അത് വീറ്റ് സീഡ്സ് ഇല്ല. എല്ലാത്തിനും പോവാം. 17 ഡെർട്ടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 50 എടുക്കാം. എൻ്റെ പ്ലാൻ എനിക്കറിയില്ല. 50 എടുത്തെങ്കിൽ കുറച്ചുകൂടി കിട്ടുന്നുണ്ടാവും. 23 അടുത്ത ഡെർട്ട് ഇവിടെ നിന്ന് എടുക്കാറ്. താഴെ ലോണ് കുഴിച്ചു പോവാം. അപ്പം നമുക്കിപ്പോൾ ഏകദേശം ഒരു 29 30 31 ഇവിടെ നോക്കണം. വേണ്ട എൻ്റെ കോപ്പിടങ്ങി തീപ്പിടങ്ങി തേപ്പ്. ഇനി എവിടെ ക്ലീൻ ആക്കും? ഇതൊക്കെ ഇവിടെ ക്ലീൻ ആക്കി. അപ്പം 34 ഉണ്ട്. 36 37 38 10 കൂടി മതിയിട്ട് 10 15 ഇനി 10 7 പോരെ. അതെ, ഒരു 7 ഡേർട്ടും കൂടി നമുക്ക് മതി. 7 അല്ല 5 4 3 2 1 ഡേർട്ട് മതി. ഒരു 60 എടുത്തേക്കാണ്. എന്നാലേ നമ്മുടെ വീടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ്. 50 കഴിഞ്ഞ് 54 അത് എങ്ങനെ എടുക്കണം? നമുക്ക് 60 മതി. നമ്മുടെ വീട് പോവാതിരിക്കാൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഐഡിയാസ് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയണമെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യുക.
വരുന്നതായിരിക്കും വീഡിയോയിൽ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എന്നിട്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ അമൻവീസ് വ്ലോഗ് തന്നെ. ആദ്യം നാളെന്നായ ഞാൻ സംസാരിച്ചൊക്കെ അറിഞ്ഞില്ല. അതെത്ര മതി? ഞാൻ പോട്ടെ, ഞാൻ അറിഞ്ഞൂടില്ല. നമുക്ക് ഇവിടെ ഏകദേശം വെക്കാം അല്ലേ? ഇവിടെ വെച്ച് തുടങ്ങാം. നമ്മളതിന് മുകളിൽ കിടക്കണം. കുറേ പണിയുണ്ട്. നമ്മളിങ്ങനെ ഡേർട്ട് വെച്ച് പോവുക. ശരി, അത് പോയി. ആ ഒരു സംഭവം പോയി ഗൈസ്. ഇതാ വെച്ച് പോകുന്നുണ്ട്. രാത്രിയല്ലോ സീനില്ല, സോംബീസ് ആണെന്ന് വരില്ല. നമ്മളിപ്പോൾ നല്ലോണം കയറ്റിക്ക് കേട്ടാ. നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇനി കുറച്ചുകൂടെ പോവാണ്ട്. എൻ്റെ മോനെ, നമ്മൾ മേഘത്തടക്ക് മൂക്കാറായ ഏകദേശം. നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. പിന്നല്ല, ഇനി 12 എണ്ണോടെയുള്ളൂ. 10 ഇനിയുണ്ട്. ഈ ഒരു റോയിൽ ഇത്രേ ഉള്ളൂ. അമ്മേ, മേഘത്തെത്തി നമ്മൾ. ഒരു ഇത്രയുണ്ട് 64 ഡേർട്ടപ്പോൾ മേഘത്തേക്ക് എത്തൂല്ലേ? നമുക്ക് ഈ മേഘം കഴിഞ്ഞും പോണം. ഇവിടെ നിന്ന് ചാടി തീർന്നു, ഉറപ്പാ, ഒരു ഡൗട്ടും ഇല്ല. നമുക്കൊന്നും ചാടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ചടിയല്ലോ, ഞാൻ എന്തായാലും ചാവും, എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാലും ചാടാല്ലേ? 3, 2, 1 ഗോ. ചാവെന്നറിയില്ല, ചടി. എൻ്റെ മോനെ, നമ്മൾ ഒറ്റയടിക്ക് ചത്ത്. നമ്മുടെ ഇത് പോയിട്ടുണ്ട്. സ്റ്റീവ് ഫെൽ ഫ്രം എ ഹൈ പ്ലേസ്. ഞാനൊരു ഹൈ പ്ലേസ് ഒന്ന് പോയി. പട്ടിയെത്താ, പട്ടിയൊക്കെ അവിടെ ഉണ്ടാ? നമുക്കതിൽ കിടന്നു. രാവിലെ എണീറ്റു. ചീപ്പൂട്ടനോ മച്ചനോ അങ്ങോട്ട് പണിയും പോയിക്കോട്ടെ. നമുക്ക് അങ്ങനെ നമ്മുടെ പെരിപാടിയൊക്കെ അങ്ങനെ നോക്കാം. നമ്മൾ ചത്ത സ്ഥലം ഏകദേശം എവിടെയാ? നമ്മുടെ ആ സംഭവങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇവിടെ നിന്നാണ് ചത്തത്. നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 3 കുറേ ഈ വീറ്റ് വളർന്നോ? വളർന്നിട്ടില്ല. നമുക്കിനി കുറച്ചുകൂടി പണി ചെയ്യാനുണ്ട്. ഇനി ചിക്കൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫീഡ് ചെയ്യുന്നു. മച്ചാനെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ടൈമായിട്ടുണ്ട്. ശരി, വേണ്ട, ഇവിടെ ഇരുന്നിട്ട് എന്തായാലും വീഡിയോ ഒന്നുകൂടെ തുടങ്ങാം. നമുക്ക് ഓടാട്ടോ. ഒരു ചിക്കനെ നമുക്ക് കണ്ടെങ്കിൽ ഉണ്ടായിട്ട് വരുന്നു. ഇതാണ് ഞാൻ വെച്ചിട്ട് ചിക്കനും കുറഞ്ഞ പോലെ ചെയ്യണ്ടേ? നമുക്കൊരു ഒഫീഷ്യൽ വീട് തന്നെ പണിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീട് പണിയുന്നതായിരിക്കും.
ആക്ച്വലി സോംബീസുകളൊക്കെ വരും കേട്ടോ, പക്ഷേ വരാനുള്ള ഇടവരുത്തണില്ല. ഞാൻ പെട്ടെന്ന് വീട്ടിൽ കയറും. സ്റ്റിക്ക് കിട്ടിയല്ലോ. സ്റ്റിക്ക് നമ്മുടെ ഒന്ന് പോയിണ്ടായിരുന്നു. കോയിൻ കിട്ടി. ശബ്ദപ്പെടുത്തി വയ്ക്കും. എന്തെങ്കിലും കേട്ടി ജസ്റ്റിൽ വയ്ക്കാം. യെസ്, കേട്ടാ പിന്നെ ഒരു പണിയുണ്ട്. ഇവിടെ കീപ്പ് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയ ജനാലം കുറച്ച് വീട് പണിയാ. ഇന്നെ പണി തുടങ്ങണ്ട, വേണ്ട, അടുത്തൊരു പണിയാല്ലേ. ഇത് നമ്മുടെ ചെറിയ ബേസ് ആക്കാം, മൗണ്ടൻ ബേസ് ആക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു വീട് പണി തുടങ്ങാല്ലേ, ഏറ്റവും സേഫ് ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓക്ക്വുഡ് പ്ലാന്റ്സ് വെച്ച് പണിയണം. അത് ഡാർക്ക് ഓക്ക് വെച്ചിട്ട് പണിയണം. അറിയില്ല, ഓക്ക്വുഡ് പ്ലാന്റ്സ് എന്തെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിൽ ഈ ട്രീ വേണം. ഞാൻ തന്നെ നട്ട ട്രീയാണ്. തൽക്കാലം നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം, കുറേ സമയം വേണ്ട, പെട്ടെന്ന് പൊട്ടിന് കിട്ടാം. യെസ്, ഇതും പൊട്ടിക്കട്ടെ. യെസ്, അതും പൊട്ടിയിട്ട് നമ്മൾ ചന്നാവിന് മരം കിട്ടുന്നു. പിന്നല്ല ഒന്നുകൂടി ഉണ്ട്. എന്ത് വരും ഇവിടെ? നമുക്ക് എന്തായാലും എന്താ ചെയ്യുക? അതൊരു മരം ഉണ്ട്, നട്ടാല്. യെസ്, അത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റെക്കറൊക്കെ ഒട്ടിച്ച് ഇനി വേറെ വല്ല മരം കണ്ട് അതും നട്ടായിരുന്നു. നമുക്ക് പെട്ടെന്നല്ലോ 8 പ്ലാന്റ്സ് ഉള്ളൂ, കുറേ ഉണ്ടാക്കി എടുക്കണ്ടേ. ഒരു മരം കൊണ്ട് മുറിച്ചിട്ട് വരാം. അതെ ഇവിടെ ഇരിക്കുന്നല്ലോ, കാര്യം കഴിച്ചിട്ട് രണ്ടാണോ എൻ്റെ മോനെ. പിന്നല്ല നമ്മളിതൊക്കെ എടുക്കും. ഇനി നമുക്ക് ഇങ്ങോട്ടൊക്കെ അവിടെ കുറച്ച് മരങ്ങളിരിക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് ഇവിടെയൊക്കെ ആരത് കൊണ്ടിട്ട് ആരാണോ നമുക്കെടുക്കാം. ഇത് നമുക്ക് ഓടിപ്പോവാം. നേരെ അവിടെ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങളുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള മരങ്ങൾ ഇതല്ല. ഈ മരം പറ്റും, ഈ മരം പറ്റും. 3 മരങ്ങളാണല്ലോ. 3 നമുക്ക് ഫുള്ള് വെട്ടിയെടുക്കാം. പിന്നല്ല കുറേ സമയം പോകും. കുറച്ചൊരു 20 എണ്ണം കിട്ടുമെന്ന് സംശയമുണ്ട്. ചെറിയ സംശയമുള്ളൂ, അടുത്ത് അതിന് 14 എണ്ണമായി. ഇനി 15 കഴിഞ്ഞ ഈ മരം കഴിഞ്ഞു. എനിക്ക് ഈ എടുക്കാം. നമുക്ക് കുറേ ഓക്ക്വുഡ് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കണം ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ മരം വെട്ടണം. നമുക്ക് ഇത്ര മതിയില്ലേ, അതുകൊണ്ട് ഓവറാക്കേണ്ടവർക്ക്. നമ്മുടെ വീട് അവിടെ ഉണ്ട്, അത്രയും പണിത് എൻ്റെ മോനെ റിലാക്സ്. നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അവിടെ വരുമ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് കൊടുക്കട്ടെ. ക്രാഫ്റ്റിംഗ് യെസ്, നിറച്ചിട്ട് ഓക്ക്വുഡ് പ്ലാന്റ്സ്. വെറിച്ച് ഓക്ക്വുഡ് പ്ലാന്റ്സ് എല്ലാം എനിക്കുണ്ട്. ഇത് സാധാരണ മതി ചേട്ടാ. ഇതാ 21 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 28 44
64. നമ്മൾ എത്ര ഉണ്ടാക്കിയെടുത്തു? കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ വീട് പണി തുടങ്ങണം. സ്ലാബ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ വീടിയും ഏകദേശം പണി ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഇവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കാം, എന്നാലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണിയാൻ പറ്റില്ല. സാപ്ലിങ്സ് കിട്ടി. എന്താ സീഡ്സ്? ഓക്ക് സാപ്ലിങ്. നമുക്ക് ഈ ട്രീയുടെ സാപ്ലിങ് ഇവിടെ നടാം. എന്തായാലും കൈയെടുത്തിട്ട് ഒക്കെ വെക്കാം. ഒരു ഏകദേശം വലിയ വീടൊക്കെ പണിയാലേ, കുറേ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് റിച്ച് ആവണം. പിന്നല്ലേ നമുക്കെന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് കുറേ വ്യൂസ് 17 വയസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വളരെ വളരെ താങ്ക്സ്. നിങ്ങൾക്ക് മനസ്സിലായി ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ മൈൻഡ് ക്രാഫ്റ്റ് ഇടാം, എല്ലാ ദിവസവും ഉണ്ടാക്കും മൈൻഡ് ക്രാഫ്റ്റ്. നമുക്കിതൊക്കെ വെട്ടി വൃത്തിയാക്കാം. ഇവിടെ ഒരു വലിയ ഹൗസ് ഉണ്ടല്ലോ. ഇതിൽ എല്ലാം സെറ്റായിട്ടുണ്ട്. ഫുഡ് പ്ലാൻ വെച്ചിട്ട് പണി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടി വിട്ട് ഇവിടെ നിന്ന് പണി തുടങ്ങാം. കുറച്ച് ഇങ്ങനെ ജനാലയൊക്കെ പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം നീളമൊക്കെ വേണം. അത്യാവശ്യം നീളം ഉണ്ടായിക്കോട്ടെ അല്ലേ, ഇത്രയൊക്കെ മതിയാവും. ഏതാ സ്ഥലം? അമ്മേ, സാമശം പോയി വീട് കഴിഞ്ഞിട്ട് 50,000 കൊടുത്തിട്ടാ. അപ്പം നമുക്കതെല്ലാം ഇത് പണിയാണ്. ഇത്ര ഹൈറ്റ് മതിയില്ലേ? അവിടെ ഒരെണ്ണം ആക്കിയിട്ടില്ല, 2 ആക്കിയിട്ടുള്ളൂ. വീട്ടിൽ ഫില്ല് ചെയ്തിട്ട് വരാം. നമ്മൾ അവിടെ എത്ര ആക്കി? 1 2 3 ബ്ലോക്ക്, 2 3 ഇവിടെ 3 ആക്കി. അങ്ങോട്ട് എത്തില്ല. അവിടെ ഞാനൊരു സ്പേസ് ലീവ് ചെയ്ത് ജനാല പണിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ വീട് കുറച്ചൊക്കെ മോഡിഫൈ എടുക്കാം അല്ലേ. പിന്നെ അടുത്ത ജനാല നമുക്ക് വെക്കാനുള്ള ഏകദേശം ടൈമായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്ലോക്ക് ലീവ് ചെയ്തിട്ട് നമ്മളെത്ര കൊണ്ടുവരാം. ഇവിടെ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഇത്ര ഹൈറ്റാക്കാം. മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കണം. ഇവിടെ വേണ്ടി ജനാല വയ്ക്കാം. നമ്മുടെ വീടിൻ്റെ ഒരു ഏകദേശം ഒരു എത്ര ഭാഗം? ഭാഗം കഴിഞ്ഞെന്ന് പറയാം. ഫ്രെയിമിൽ ലൈഫ് ചെറുതായിട്ട് രാത്രിയാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. പഴയ വീട്ടിൽ അവിടെ നമുക്ക് ബെഡ്റൂം വെക്കണം. നിങ്ങൾ പറ, അവിടെ പെട്ടെന്ന് വയ്ക്കണ്ടല്ലോ. ഈ മച്ചാനെ നമുക്ക് വേറെ വല്ല സ്ഥലത്തേക്ക് മാറ്റണം. എന്തായാലും പെട്ടെന്ന് തന്നെ മാറ്റണം. നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. ഇവിടെ കിടന്നുറങ്ങണ്ട. രാവിലെ ഓടിക്കോ. മച്ചാനൊക്കെ കിടക്കുന്ന കിടന്നു. ഞാൻ വാല തുറന്നിടാം. ആൾക്ക് കിടക്ക ഇഷ്ടമാണ്, പക്ഷെ എന്താണാവോ. ഇനി അടുത്ത പണി തുടങ്ങാൻ വീണ്ടും. ഈ ജനാലേക്ക് നമ്മൾ ഇവിടെ വലിയ നല്ല ജനാല സെറ്റ്. ഇനി ഇവിടെ അതേപോലെ പണിയാണ്. ഇത്ര നീളം നോക്കിയാലേ ഒരു ഓക്കുള്ള നമുക്ക് ആകെ 21 കൂടെ ഉള്ളു. കുറേ കിട്ടിയതായിരുന്നു. ഒക്കെ തീർന്നുകൊണ്ടിരിക്കും.
ലീഫ് കുറഞ്ഞു കൂടി ഒന്നും മായാതരം ഗൈസ്. മിസ്റ്റർ അലക്സ് കയറൂ. ഇവിടെ നോക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ വീട് സെറ്റ് ആറായിട്ടുണ്ട്. കാറിനോടുള്ള അതിന് വീണ്ടും എടുത്ത് ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കുഡ് വെച്ചിട്ട് പണിയണത് തീർന്നു. എൻ്റെ ലോക്കൽ പ്ലാൻസും തീർന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഈ ഓക്ക് സാപ്ലിങ് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമുള്ള ഓക്ക് പ്ലാൻസ് ഉണ്ടാക്കാനുള്ള ഇതാ. അവിടെ പോയിട്ട് കുറച്ച് ട്രീകളൊക്കെ വെട്ടിയിട്ട് തരാം. വഴി എടുത്തിട്ട് അങ്ങനെയല്ല. എന്താ കാര്യോടെ വെച്ചു പംകിൻസ് എടുക്കാം. ഇതിനകത്ത് എന്താ യൂസ് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എനിക്കറിയില്ല ഇതിൻ്റെ യൂസ്. നിങ്ങൾക്കറിയെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അറിയാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഇടാം. നിങ്ങളുടെ കമൻറ്റിൻ്റെ എടുത്തു രണ്ടെണ്ണം നമ്മൾ ആക്കിയിട്ടുണ്ട്. എനിക്കിനി കുറേ പ്രാവശ്യം എടുക്കട്ടെ. ഒരു 30-40 എടുക്കാം. നമുക്ക് അത്രയും ഉണ്ടാവുമല്ലോ. നമ്മളെടുത്തത് 8 ഒരു ബ്ലോക്കിന് വ്യത്യാസമല്ലോ. ഇവിടെ നിലത്തേക്ക് വേണ്ടിയിട്ടുണ്ട്. ഇവിടെ മൈൻക്രാഫ്റ്റ് എന്തെങ്കിലും വിചാരിച്ചു കൊടുത്ത ഗെയിമല്ല കേട്ടോ. നല്ല രസമുണ്ട് കളിക്കാൻ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കൊന്നും അറിയാനാ മൈൻക്രാഫ്റ്റ് ഫാൻസ് എത്ര ഉണ്ട്. എന്തത് ടണലുണ്ട് കേട്ടോ. അവിടെ ടണലല്ല, എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് സ്ഥലം. എന്താന്ന് നമുക്കൊന്ന് നോക്കണം ഗൈസ്. പിന്നെയല്ല, ഇവിടെ കുറേ കൊതുക്കളാണ്. ഞാൻ ഇങ്ങനെ ഒരു കൊതു വന്നു. ഇനി അടുത്തൊരു മരം വെട്ടാൻ പോവാം. അടുത്ത മരം അവിടെ നിന്ന് ഇവിടെ ഒരു മരമുണ്ട്, അതൊന്ന് വെട്ടാം. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നിന്നൊരു മരം കുറേ കളക്ട് ചെയ്യണം. നേരത്തെ നമുക്ക് 20 ഉണ്ടായിരുന്നു, ഇപ്പോൾ 30 കളക്ട് ചെയ്യണം. നമുക്ക് ബെഡുകളൊക്കെ നമുക്ക് സീനില്ല, നമുക്കതൊന്നും എടുക്കാം. നമുക്ക് ക്രാഫ്റ്റിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ബെഡ്. വൂള് വെച്ചിട്ട് ഷീപ്പുകളെ കൊണ്ടിട്ട് 3 വൂള് വേണം ഒരു ബെഡ് ഉണ്ടാക്കാൻ. 3 വൂള് തന്നെ വേണം. ഞാൻ 3 കഷ്ടപ്പെട്ട് കൊണ്ടുപിടിച്ചിട്ട് അടുത്ത
വീട്ടിലെടുക്കണം. അത്യാവശ്യം നല്ല മരമാണ്. എടുത്തു. നമ്മുടെ ചാനലിൽ ഏകദേശം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 40-50 വീഡിയോസ് ഉണ്ട്. ഈ ചാനലല്ല, ചാനൽ കുറച്ചുണ്ട്. 4-5 മറ്റേ അമൻഗീസ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇട്ടുണ്ട്. നമുക്കിപ്പോൾ 23 മരങ്ങളായിട്ടുണ്ട്. കുറേ മരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് മുറിക്കാം. കുറേ പ്ലാന്റ്സ് ഉണ്ട്. എടുക്കാം. 28 29 നമുക്ക് ഈ മരം കൂടി വെട്ടിയെടുക്കാം അല്ലേ? കുറേ മരമായി വെട്ടിയെടുക്കുന്നു കേട്ടോ. ഈ വീഡിയോ ലെങ്തി ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇതൊന്നും കാര്യമില്ല, നമുക്ക് ഇതുകൊണ്ട് യെസ് 34 കിട്ടിയിട്ടുണ്ട്. ഇത്ര പോരെ, മതി. നമ്മുടെ വീട് എവിടെ? നമ്മുടെ വീട് അതവിടെ ഉണ്ട്. നമ്മളവിടെ നല്ല ഹൈറ്റിൽ പോകണമെന്ന് വെച്ചാൽ നന്നായി നമുക്ക് കണ്ടുപിടിച്ച് എളുപ്പമായി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊന്നും പണിത് വെച്ചില്ലെങ്കിൽ ഞാനൊക്കെ എപ്പോഴെല്ലാം അവസ്ഥ ഉണ്ടാവും. എൻ്റെ വീട് നന്നായി ഇങ്ങനെ പണിത് വെച്ചിട്ട് കുറേ പമ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എടുക്കണം. ഇത് നമ്മുടെ പുതിയ വീട്. അതിൻ്റെ പണികളൊക്കെ തുടങ്ങി. നമുക്ക് കുറച്ചുകൂടെ ഓക്ക്വുഡ് പ്ലാന്റ്സ് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് 40 എത്രണ്ണം 60. ഓ എൻ്റെ മോനെ, നമ്മളിത് എത്രണ്ണം എടുക്കണം? രാത്രി 64. എൻ്റെ മോനെ, നമ്മൾ 128 ഓക്ക് പ്ലാന്റ്സ് ആണ് കളക്ടെടുത്തിരിക്കുന്നത്. 128 ഓക്ക്വുഡ് പ്ലാന്റ്സ്. അമേസിങ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പണി പോകാം. ഇവിടെയൊക്കെ ഞാൻ ഫില്ല് ചെയ്യും കേട്ടോ. തൽക്കാലത്തേക്ക് ഇങ്ങനെ വയ്ക്കുക. ഈ സംഭവം അയ്യോ ചെറുതായിട്ട് തെറ്റിപ്പോയി. തെറ്റ്. നമുക്കൊരു ജനാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടുണ്ട്. മുപ്പത്തേഴെണ്ണമായി. ഉണ്ട് കേട്ടോ, 37 ഇനിയും കുറേ ഉണ്ട്. സെറ്റായി വരുന്നുണ്ട് കേട്ടോ. സെറ്റായി. അമ്മേ കാലുപോയി. ഇവിടെ കുറേ ജനാല ഇവിടെ ഫില്ല് ചെയ്ത്. ഇവിടെ ഒരു ജനാല നമുക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ജനാല പണിയാണ്. ഇത് രാത്രിയാണ്, സാരില്ല, സോംബീസൊന്നും ഇങ്ങോട്ട് കയറില്ല. ഇതേ കണ്ട് നല്ല ഹൈറ്റിലാണ് പണിതിരിക്കുന്നത്. ഇത്ര മതി. നമുക്ക് നമ്മുടെ വീടിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പണിയാണ്.
ഇപ്പം ഉണ്ടാകും നാളെ രാവിലെ പണിയായി. ഇപ്പം നമ്മളങ്ങനെ പുറത്തേക്ക് എടുക്കും. നമുക്ക് ഒരു നോക്കാം. സെറ്റ് കിട്ടാം. എനിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വർക്കാകുന്നു ഒരു പിടിയുമില്ല. നമ്മൾ ഇച്ചിരി ഫണ്ട് നോക്കി നോക്കാം. പ്ലാൻ നാളെ രാവിലെ ചെയ്യാം. ഇതൊന്നും കാണൂല്ല. അമ്മ എനിക്കൊന്നും കാണാനില്ല. പെട്ടെന്ന് തോന്നുന്നു വരെ എനിക്ക് മുമ്പ് വീട്ടിലേക്ക് പോട്ടെ. ഇവനെപ്പോഴും അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം പറ്റണില്ല. എന്താണ് പൈസ ആടിനെ പറ്റിയത്? സൈക്കോയാണോ അതോ വേറെ എന്തെങ്കിലും വേണോ? അച്ഛനൊന്നും മറിക്കോ? ഓണെങ്കിൽ നിങ്ങൾ പോയിക്കോട്ടെ. എനിക്ക് വേറെ പണിയാണ്. അച്ഛനെ വേറെ ഫെൻസിക്ക് മാറ്റണം. തൽക്കാലം നമ്മുടെ വീട്ടിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വേറല്ല കടന്നോട്ടെ ഇവിടെ. പ്ലാൻ ചെയ്യാൻ വർക്കൗട്ട് ആക്കാൻ നോക്കാം. നമുക്ക് നിൽക്കാൻ പറ്റുന്നത്ര അതിനുള്ളിൽ വീടാത്. പൊന്ന അലക്സന്ന് വീട് അതിനുള്ളിലേക്ക് ചാടറോ? അലക്സ ഇനി ഒന്നുകൂടി ഉണ്ടാക്കാം. ഇനി എൻ്റെ പ്ലാൻ ഇതാണ്ട. ഇങ്ങനെ പോയിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് എൻട്രൻസും ഔട്ട്രൻസും ഉണ്ടാക്കാം. ഏകദേശം എത്ര സ്റ്റെപ്സ് വെക്കണം? ഇവിടെ ഒരു ലാഡറൊക്കെ ഉണ്ട്. ലാഡർ കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. എന്തായാലും ലാഡർ ലാഡർ നമ്മൾ ക്രാഫ്റ്റ് കൂടി വിളിക്കുവാണ്. അയ്യോ നമ്മൾ സീനായ സീനൊന്നും ആവില്ല. നമുക്കൊക്കെ സീനാണ്. കുറച്ചിങ്ങോട്ട് ഒരു പേടിയില്ല. ഇത് നമ്മുടെ വീടിൻ്റെ ഭാഗമാണ്. ഇനി ഒന്ന് നോക്കി നോക്കട്ടെ. യെസ്. മൈനിങ് ചെയ്യണ പോലെ തന്നെ നമുക്കിങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെറ്റ് ഏകദേശം നമ്മളെത്തി ഇവിടെ. വേറെ ലെഫലായിരുന്നു. ഇവിടെ നിന്ന് കുഴിച്ച് അങ്ങടക്ക് പൊളി. നമുക്ക് ലാഡർ ഞാനൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നിൽക്കാനുണ്ട്. ഒരു ലാഡർ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. പൊളിയാക്കാം നമുക്ക് ഈ വീട്. അതിൽ അത്ര ഐഡിയാസ് ഒന്നും ഇല്ല, എന്നാലും എല്ലാ ഐഡിയാസും ചെയ്യുന്നു. അത്രയുള്ളൂ. ലാഡർ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്കുകൾ വേണമല്ലോ. നമ്മുടെ അത്ര സ്റ്റിക്സ് ഇല്ല. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം ആരില്ല. സ്റ്റിക്ക് STI സ്റ്റിക്കാണ് പറഞ്ഞത് കേട്ടോ. സ്റ്റിക്ക് 46 സ്റ്റിക്ക് 46 സ്റ്റിക്കൊന്നും വേണ്ട ചേട്ടാ. എനിക്കാകെ ഒരു 12 സ്റ്റിക്സ് മതി. ലാഡർ കിട്ടിയിരിക്കുന്നു. എനിക്കാകെ 3 ലാഡർ കിട്ടിയിരിക്കുന്നു. ഇവിടെ സ്റ്റിക്സ് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. 2 സ്റ്റിക്ക് കൂടെ വേണം. 2 സ്റ്റിക്ക്
ഉണ്ടാക്കിയെടുക്കാം. ഇല്ല കേട്ടോ, ലാഡർ കിട്ടണത്ര നമുക്ക് എടുക്കാം. 12 ലാഡർ എടുത്തിട്ടുണ്ട്. നേരെ കത്തിച്ച് നമ്മുടെ വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക്. പുതിയ വീട് ഇഷ്ടപ്പെടുന്ന നിർത്തിയിട്ട് ലൈക്ക് കമൻറ്റ് ചെയ്യുക. ലൈക്കല്ല കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഈ വഴി കാണാം. നേരെ ലൈഫ് പോയില്ലല്ലോ. ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോ ഇവിടെ നേരെ. നമുക്ക് ഈ സ്റ്റെപ്പ് കളഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ നന്നാവും. അങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ. ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ല? നോക്കിയോട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങ് മച്ചാനെ. നമുക്കിനി ഇവിടെ കുറച്ച് ഡേർട്ടിട്ട് ഫില്ല് ചെയ്യാം. ഇതാ നമ്മൾ എല്ലാ സ്ഥലത്തും ആക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്കിനി ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡോറ് വേണം വയ്ക്കാം. നമുക്ക് 2 എൻട്രൻസ് വയ്ക്കാം. എന്തായാലും ശരിക്കും പറഞ്ഞാൽ അടുത്ത് നമുക്ക് ട്രാപ്പ് ഡോർ എടുക്കണം. എൻ്റെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോർ എടുക്കാം. ട്രാപ്പ് ഡോർ എവിടെ? ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തായിരുന്നല്ലോ, കാണാനല്ല ട്രാപ്പ് ഡോറ്. നമുക്ക് വുഡിൻ്റെ സ്ലാബ് എടുക്കാം, അല്ല സ്റ്റോണിൻ്റെ സ്ലാബ് എടുക്കാം. എത്ര ആവശ്യമുള്ളൂ? നമ്മുടെ ഒരു ബേസ് അത് മറ്റേത് നമുക്ക് ഡോർ എടുത്തിട്ട് സെറ്റ്. നമുക്ക് ഇവിടെ ഒരു 4 മണിയാണ്. ഇപ്പം എന്താണ് നമ്മുടെ വീട് ഇഷ്ടപ്പെടുമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞു ആരും കൂടെ ഓർമ്മിപ്പിക്കാം. എൻ്റെ മോനെ നമുക്കൊരു ടൂറ് എൻട്രൻസിലൊന്ന് പണി വയ്ക്കാം. അയ്യോ ഇറങ്ങിപ്പോയല്ലോ. ഇത് കയറ് അലക്സ്, എന്തലക്സ്. നമുക്ക് ഒരു മിനിറ്റ് ഫസ്റ്റ് ഇത് നോക്കണം. നമുക്ക് ഇന്നത്തെ വീടിൻ്റെ വായനയ്ക്ക് നല്ലോണം ലെങ്ത് ചെയ്യേണ്ട ഒരു വീഡിയോ. എൻ്റെ ചോദിച്ചെന്നെ കേട്ടാൻ പോവും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോവുമായിട്ട് കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ബൈ. ഇപ്പോൾ അനുപ്പിയാം 3, 2, 1. ഇതെന്ത് കോപ്പാണ് ഇപ്പോൾ അനുപ്പിയാം. കോപ്പാടേ അവിടെ നിന്നിട്ട് കട്ടിപ്പറ്റുന്നുണ്ട്. ഡോറൂണ് വെച്ചിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.